എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക്. ആരാണാവോ അത്? പുള്ളിക്കാരുടെ പേര് റാണി പി സദാശിവൻ എന്നുള്ളതാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല യൂട്യൂബ് ചാനലിന്റെ അടിയിലും പോയിട്ട് വളരെ മോശമായി, വളരെ മ്ലേച്ഛമായി, വളരെ കൂതറയായി കമന്റ് എടുത്ത ചേച്ചിയാണ്. അത് അങ്ങനെ ഒരു മുതലാണ് സാറേ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. VR in Love എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ആദ്യം കാണിച്ച ചേച്ചിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമില്ല. ഇവരുടെ ചാനലിൽ ഇവര് പോയിട്ട് തുരുതുരാ കമന്റ് ഇടലാണ്. കമന്റ് ഇടൽ എന്ന് പറഞ്ഞാൽ തെറി കമന്റ്, അപരാധം പറഞ്ഞാണ്. അങ്ങനെ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി, ചേച്ചിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇവര് പൊക്കി. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. എവരി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ ചേച്ചി. ഒരു അരി തന്നെ ചേച്ചി. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടു. ഒരു അരി. എന്റെ ഗുറോത്തി മാതാവേ, എന്റെ തല പിളകും. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. പേടിച്ചോടും. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? കിടന്ന് ഉരുളാൻ നോക്കണ്ട. അത് ചങ്ങനാശ്ശേരി ആളെ ഫേമസ് താരമാ. നീ പകപോക്കാണല്ലേടാ. ഉള്ള യൂട്യൂബിലുള്ള പെണ്ണുങ്ങളെ എല്ലാം തെറി വിളിക്കുക. എന്നെ കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഞാൻ നിക്കുന്ന എന്നെ കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിനെ മാത്രം അന്വേഷിച്ച് വന്നാ. നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കല്ലേ. പിന്നെന്തോ വീട്ടിൽ കയറി വരിക. അത് പാവം ഒരു പെൺകൊച്ചുണ്ടാകും. ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം തെറി വിളിക്കും. ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം. ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അല്ലാണ് നമ്മൾ ഇവരുടെ അഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാ ഇവരെ എത്തുക എന്നുള്ളത്. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്കിപ്പോ സമാധാനായില്ലേ? ഇനി കുറച്ചു ദിവസം പോയി അകത്തിറക്കും. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി. നമ്മുടെ എന്റെ ഭാര്യനെ കുഞ്ഞുങ്ങളെയാണ് ഇവരെയൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കാ അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. ഞാൻ ചൊല്ലിട്ടാ ഞാൻ ഈ കളി നിർത്തണേന്ന്. ഈ VR in Love എന്ന് പറഞ്ഞ ചാനലിൽ വന്ന വീഡിയോ എടുത്ത് ചെയ്ത വേറൊരു യൂട്യൂബറിന്റെ അടിയിൽ പോയിട്ട് ഇവര് ചെയ്ത ഒരു കമന്റ് ഞാൻ വായിക്കാതെ. എന്താ വിരോധം കേട്ടോ? ഒരു വിരോധമില്ല. തന്റെ കഴപ്പ് നിർത്തിത്തരാം, താൻ ഒന്നും പേടിക്കണ്ട. ഞാൻ 4 വിട്ടത് എന്തോന്ന്? ഈ 4 വിട്ടത് ഞാൻ കണ്ടിരുന്നു. തന്റെ ഉമ്മുമ്മയെ മുതൽ തന്റെ ഉപ്പാടെ വരെ അണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇതിന്റെ അപ്പുറം ഹൈ ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.